ഈ കഴിഞ്ഞ ഒരു 6 ദിവസങ്ങൾക്കിടയിൽ നടന്ന കുറേ സംഭവങ്ങളുണ്ട്. സീരീസ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയാം. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ സമവായം, ഈ പറയുന്ന VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ, ഇതെല്ലാം ചേർത്ത് വിമർശനങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. ഇത് BJP CPM ഡീലാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷം ഒരു വിമർശനമായി ഉയർത്തുന്നുമുണ്ട്. ഇനിയിപ്പോൾ അനിൽകുമാറിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ കേസ് അനിൽകുമാറിന് പരിപൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് SFI രംഗത്ത് വരുന്ന കാഴ്ചകളൊക്കെ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് അത് വളരെ നാടകീയമായ സംഭവങ്ങളൊക്കെ നമ്മൾ അവിടെ കണ്ടതാണ്. ഇതിപ്പോൾ നോക്കുക, ഏറ്റവും ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരും പിന്നോട്ട് പോകില്ല എന്ന ധാരണ വരുന്നു. അത് അവസാനം സുപ്രീം കോടതിയിൽ എത്തുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു 6-7 ദിവസം മുൻപാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നിയമമന്ത്രിയും ലോക് ഭവനിലെത്തി ഗവർണറെ കണ്ടത്. പക്ഷെ അന്നും കാര്യങ്ങളിൽ ഗവർണർ അത്ര ഒരു സൂചന തന്നില്ല. മാത്രമല്ല, എന്തുകൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് ലോക് ഭവനിലേക്ക് വരുന്നില്ല എന്ന കാര്യം അന്ന് ഗവർണർ ചോദിക്കുകയും ചെയ്തു. പിന്നീട് എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ് കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഉണ്ടായിരുന്നു. അത് പക്ഷേ ക്രിസ്മസ് വിരുന്നിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അതെല്ലാം ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഉരുകാൻ കാരണമായിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും ഡീൽ ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്നുമുണ്ട്. ഉമേഷ്, തീർച്ചയായും പ്രജിനെ, ഇതുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യങ്ങൾ ഇപ്പോഴും പ്രസക്തമാണ് എന്നുള്ളത് വസ്തുതയാണ്. അല്ല എങ്കിൽ ഇത്രയും ദിവസം, അതായത് സർക്കാർ ഗവർണർ പോര് അത് രൂക്ഷമായത് കേരള സർവകലാശാലയിലാണ് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടത്. അത് സർക്കാർ പൂർണ്ണമായി KS അനിൽകുമാറിന് വേണ്ടി നിലകൊള്ളുന്ന സാഹചര്യം, CPM പൂർണ്ണമായി KS അനിൽകുമാറിന് വേണ്ടി നിലകൊള്ളുന്നു, SFI നിലകൊള്ളുന്നു. അതേസമയം ഗവർണറുടെ പരിപാടി റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറക്കി എന്നുള്ള ഒറ്റ കാരണത്തിൽ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുന്നു. അതും കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം ആ പരിപാടിയിൽ ഒരു സ്വകാര്യ ചടങ്ങിൽ ഗവർണർ പങ്കെടുക്കുന്ന സ്വകാര്യ ചടങ്ങിൽ വെച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ പരിപാടി റദ്ദാക്കാൻ KS അനിൽകുമാർ തീരുമാനിക്കുന്നു. അന്ന് മുതൽ സർക്കാർ ഗവർണർ പോരിൽ 2 വിഭാഗത്തിൽ സർക്കാരിനൊപ്പം ചേർന്ന് നിന്ന ആളാണ് KS അനിൽകുമാർ. അവസാനം വരെയും നിരന്തരം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരന്തരമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാകട്ടെ, CPM സംസ്ഥാന സെക്രട്ടറി ആകട്ടെ, മുഖ്യമന്ത്രിയാകട്ടെ, എല്ലാവരും നിരന്തരമായി ആവർത്തിച്ചിരുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഗവർണറുടെ അമിത അധികാര പ്രയോഗം, ചാൻസലർ എന്ന പദവി അമിതമായി ദുരുപയോഗം ചെയ്യുന്നു തുടങ്ങി ആരോപണങ്ങളായിരുന്നു. ആ ആരോപണങ്ങൾ ഉയർത്താൻ പ്രധാന കാരണം KS അനിൽകുമാറിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം സിൻഡിക്കേറ്റിന് മാത്രം അധികാരമുള്ള, കാരണം നിയമനാധികാരി, ഒരു രജിസ്ട്രാറുടെ നിയമനാധികാരി സിൻഡിക്കേറ്റാണ്. സ്വാഭാവികമായി സിൻഡിക്കേറ്റിന്റെ പവർ അത് പൂർണ്ണമായി മോഹനൻ കുന്നുമേൽ അധികാര ദുർവിനിയോഗം നടത്തി ഉപയോഗിക്കുന്നു എന്നുള്ള ആരോപണമാണ് തുടർച്ചയായി ഉന്നയിച്ചു പോരുന്നത്. എന്തായാലും ഉന്നയിച്ച് പോന്നിരുന്ന ആ ആരോപണം അത് ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാകുന്നു. KS അനിൽകുമാർ തിരികെ കോളേജ് സർവീസിലേക്ക് പോകുന്നു. ഇപ്പോൾ അല്പസമയം മുൻപാണ് നേരിട്ട് ഓൺ എയർ പറഞ്ഞില്ലെങ്കിൽ കൂടി പ്രൊഡക്ഷൻ റൂമിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ നമ്മുടെ പ്രൊഡ്യൂസർ വിളിച്ചിരുന്നു. ആ സമയത്ത് മന്ത്രി പറഞ്ഞത് ഇക്കാര്യമാണ്: ഞാനല്ല അനിൽകുമാറിനെ മാറ്റിയത്, KS അനിൽകുമാർ ആവശ്യപ്പെട്ട പ്രകാരം മാറ്റുകയായിരുന്നു എന്ന ഒരു വിശദീകരണത്തിന് മറുപടിയാണ് ഡോക്ടർ R ബിന്ദു നൽകിയത്. പക്ഷേ ഓണർ സംസാരിച്ചില്ല, ഫോണിൽ അത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു മന്ത്രി. ഉമേഷ്, തുടരാം. തീർച്ചയായും അത് തന്നെയാണ് വിശദീകരണം, സർക്കാർ വിശദീകരണം അത് തന്നെയാണ്. കാരണം KS അനിൽകുമാർ ആവശ്യപ്പെട്ടത് പ്രകാരം അദ്ദേഹത്തെ അധ്യാപക സർവീസിലേക്ക് തിരികെ പ്രവേശിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായി അത്തരമൊരു നടപടിക്രമങ്ങളൊക്കെ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ടാവാം, ആ അപേക്ഷ സ്വീകരിച്ച് വേഗത്തിൽ നടപടി എടുത്തിട്ടുമുണ്ടാകാം. പക്ഷേ അതിൽ ഇപ്പോഴും ഒരു ചോദ്യം: എന്തിനാണ് ഇത്രയും കാലം ഇതുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയിൽ യുദ്ധസമാനമായ അന്തരീക്ഷം, അതും ഒരു ദിവസമല്ല, ഒന്നിലധികം ദിവസങ്ങൾ കേരള സർവകലാശാലയിൽ യുദ്ധസമാനമായ സംഘർഷ സാഹചര്യത്തിൽ കേരള സർവകലാശാലയുടെ പ്രവർത്തനം പൂർണ്ണമായി തടസ്സപ്പെടുന്ന രീതിയിൽ കേരള സർവകലാശാല മുന്നോട്ട് പോയി. അതെന്തിനു വേണ്ടിയായിരുന്നു നിരന്തരമായ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത വിഷയം ഉയർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഗവർണർ മോഹനൻ കുന്നുമേൽ അടക്കമുള്ളവർ, സംഘപരിവാർ അനുകൂലികൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ വേണ്ടി നിരന്തരമായി ഇടപെടുന്നു, അമിത അധികാരം പ്രയോഗിക്കുന്നു എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയമായി നേരിട്ടത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. എന്തായാലും KS അനിൽകുമാർ സസ്പെൻഷനിൽ ഇത്രയും കാലം തുടർന്നിട്ടും ഒരു ഘട്ടത്തിൽ പോലും തിരികെ സർവീസിലേക്ക് പ്രവേശിക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞിരുന്നില്ല. അദ്ദേഹം പൂർണ്ണമായി സിൻഡിക്കേറ്റ് പറയുന്ന തീരുമാനങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാനുണ്ടായത്. സിൻഡിക്കേറ്റാണ് ഈ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത് തുടർന്ന് നടന്ന അടിയന്തര സിൻഡിക്കേറ്റ് യോഗത്തിൽ KS അനിൽകുമാറിനെ തിരിച്ചെടുക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ അത്തരമൊരു തീരുമാനമില്ല എന്ന് സിസ തോമസ്, അന്ന് കുറച്ച് ദിവസത്തേക്ക്, ഒരാഴ്ചത്തേക്ക് വേണ്ടി മാത്രമായിരുന്നു സിസ തോമസിനെ താൽക്കാലിക VC ആയി നിയമിച്ചത്. സിസ തോമസ് അത്തരമൊരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന് കോടതി അറിയിക്കുന്നു. എന്നിട്ട് പോലും കോടതിയെ അന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ ചെയർ പൊസിഷനിലിരുന്ന സിസ തോമസ് കോടതി അറിയിച്ചിട്ട് പോലും ആ ദിവസങ്ങളിൽ തൊട്ടടുത്ത ദിവസം മുതൽ എല്ലാ ദിവസവും KS അനിൽകുമാർ സർവകലാശാല
സർവകലാശാലയിൽ എത്തുന്നു. സർവകലാശാലയിൽ രജിസ്ട്രാർ എന്ന നിലയിൽ 500-ലധികം ഫയലുകൾ ആ ഏകദേശം 1 മാസത്തോളം കാലയളവാണ് ഈ ഒരു സംഘർഷ സാഹചര്യം നിലനിന്നിരുന്നത്. ആ ഘട്ടത്തിൽ ഒപ്പിടുന്നു. ആ ഒപ്പിട്ട ഘട്ടങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും കോടതിയെ സമീപിക്കുന്നു. കോടതി സമീപിച്ച ഘട്ടത്തിൽ പൂർണ്ണമായി സർക്കാരും ഈ സർവകലാശാലയും കെ സുനിൽകുമാറിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി സർക്കാരിനോ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും വഴങ്ങി തന്നെയായിരുന്നു കെ സുനിൽകുമാർ തൻ്റെ ജോലി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ സസ്പെൻഷനിലിരുന്ന കാലഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രതികരണങ്ങൾക്കൊന്നും കടക്കാതെ പൂർണ്ണമായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതികരിക്കട്ടെ എന്നുള്ള നിലപാടെടുത്ത് മുന്നോട്ട് പോകാനുണ്ടത്. ആ സാഹചര്യത്തിൽ എന്ത് സവിശേഷ സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞത് എന്നുള്ള ചോദ്യമാണ് പ്രസക്തം. അതിന് അത് മാത്രമല്ല ഉമേഷ്, ഏറ്റവും ഒടുവിലായി ഈ കഴിഞ്ഞ ഒരു 6 ദിവസങ്ങളിലാണ് ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിക്കെതിരെ പോലും ഗവർണർ സംസാരിക്കുന്ന നമ്മൾ കണ്ടു. ഈ നിയമനം ഇത്തരത്തിൽ VC നിയമിക്കേണ്ടത് ചാൻസലർ ആണെന്നിരിക്കെ സുപ്രീം കോടതി ഈ രീതിയിലൊരു നിയമനം നടത്തുന്നത് ശരിയല്ല എന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും നമ്മൾ കേട്ടു. അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുമായ ഒരു കൂടിക്കാഴ്ച, അത് ഈ ഒരു സൗഹൃദ കൂടിക്കാഴ്ചയാണ്, ഒരു വിരുന്നിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് ഈ തീരുമാനങ്ങൾ ഉണ്ടായത്. അതായത് സർക്കാർ പറയുന്ന ഒരു VCയെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നിയമിക്കുന്നു, സിസ തോമസിനെ KTUവിൽ നിയമിക്കുന്നു. അങ്ങനെ ഒരു സമവായത്തിലേക്ക് എത്തുകയും സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി ഇന്ന് ആ വിഷയം പരിഗണിക്കാനിരിക്കെ അത്തരത്തിലൊരു ഒരു തീരുമാനത്തിലേക്ക് ഇരു കൂട്ടരും പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സീരീസ് ഓഫ് ഇൻസിഡൻസ് അതിനെ നമുക്ക് ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാം അല്ലോ ഉമേഷ്? തീർച്ചയായും അതാണ് ആ സവിശേഷ സാഹചര്യം. കാരണം ഒരുപക്ഷെ സർക്കാരിന് മോഹനൻ കുന്നുമ്മലിനേക്കാൾ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് അല്ലെങ്കിൽ എതിർപ്പുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് VC എന്ന നിലയിൽ സിസ തോമസ്. സിസ തോമസിനെ ഒരു കാരണവശാലും നിയമിക്കില്ല എന്നുള്ള കൃത്യമായ പ്രത്യക്ഷമായ നിലപാടെടുത്ത വ്യക്തിയാണ് മുഖ്യമന്ത്രി. സുധാംശു ധൂലിയെ നൽകിയ ഷോർട്ട് ലിസ്റ്റിൽ 4 പേരടങ്ങുന്ന ഷോർട്ട് ലിസ്റ്റിൽ 2 ലിസ്റ്റിലും, അതായത് ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയുടെയും VCമാരുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ആളായിരുന്നു സിസ തോമസ്. പക്ഷേ മുഖ്യമന്ത്രി മുൻഗണനാ പട്ടിക ക്രമീകരിച്ച് ഗവർണർക്ക് കൈമാറിയപ്പോൾ സിസ തോമസിന്റെ ഭാഗത്ത് മാത്രം നോട്ട് എലിജിബിൾ, 2 ലിസ്റ്റിലും നോട്ട് എലിജിബിൾ എന്ന് രേഖപ്പെടുത്തിയത്, അതായത് യോഗ്യയല്ല എന്ന് രേഖപ്പെടുത്തിയ ഒരു വ്യക്തിയെ വീണ്ടും ഏകദേശം സംസ്ഥാനത്തെ മുഴുവൻ എഞ്ചിനീയറിംഗ് കോളേജുകളുടെയും നിയന്ത്രണമുള്ള കേരള സാങ്കേതിക സർവകലാശാലയുടെ VC ആയി നിയമിക്കാൻ തീരുമാനിക്കുന്നു. അത് ഒരു സമവായത്തിന്റെ ഭാഗമാണെന്ന് സമ്മതിക്കുന്നു. അതായത് മുഖ്യമന്ത്രി തന്നെ ഒരു തവണ പറയുന്നു നോട്ട് എലിജിബിൾ, യോഗ്യതയില്ലാത്ത ആളാണെന്ന് കൃത്യമായി രേഖാമൂലം കൈമാറിയ ഒരാളുടെ പേരിനൊപ്പം യോഗ്യതയില്ല എന്ന് രേഖപ്പെടുത്തി കൈമാറിയ ലിസ്റ്റിൽ ആ യോഗ്യതയില്ല എന്നുള്ള നിലപാട് മാറ്റുന്നു. സ്വാഭാവികമായി മുഖ്യമന്ത്രി 3 ദിവസം കൊണ്ട് ആ നിലപാട് മാറ്റുമ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ സവിശേഷ സാഹചര്യം. കാരണം ഒരാൾക്ക് വേണ്ടി ഒരുപക്ഷെ സ്വാഭാവികമായി തൊട്ടടുത്ത നിബന്ധന അല്ലെങ്കിൽ തൊട്ടടുത്ത ഡിമാൻഡ് ഗവർണർ മുന്നോട്ട് വെച്ചത് കെ സുനിൽകുമാറിനെ തിരികെ അയക്കുക, കെ സുനിൽകുമാറിനെ ഇനി ആ പൊസിഷനിൽ ഇരുത്താൻ തയ്യാറല്ല എന്നുള്ള നിലപാടായിരിക്കണം. ഒരുപക്ഷെ അതിൻ്റെ ഒരു പരിണിത ഫലമായിരിക്കണം കെ സുനിൽകുമാർ എന്ന വ്യക്തി ഒരുപക്ഷെ ദീർഘകാലം കെ സുനിൽകുമാറിനെ രജിസ്ട്രാറുടെ കാലാവധി പൂർത്തിയാക്കി രണ്ടാമത് വീണ്ടും രജിസ്ട്രാറായി നിയമിക്കുമ്പോൾ അത് വലിയ വിവാദങ്ങളിലേക്ക് വരെ കടന്നിരുന്നു. രജിസ്ട്രാറായി രണ്ടാമത് നിയമിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടെല്ലാം മോഹനൻ കുന്നുമ്മേൽ അടക്കമുള്ളവർ എടുത്തിരുന്നു. പക്ഷേ സിൻഡിക്കേറ്റിൽ ഭൂരിപക്ഷം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ തീരുമാനം അത് നടപ്പാക്കാനും കഴിഞ്ഞിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.